ഹായ് ഗായ്സ്, വെൽക്കം ടു ഫിറ്റ് ആൻഡ് ഫ്ലൈ ഡയറീസ്. അപ്പോൾ ഇന്ന് ഫിറ്റ്നസ് അല്ല, ഫ്ലൈയിങ്ങും അല്ല. ഇന്ന് നമ്മൾ വിചാരിച്ചു കുറേ ദിവസമായി വ്ളോഗ് ഇട്ടിട്ട്. സോ നമുക്കൊരു ഡേ ഇൻ അവർ ലൈഫ്, ഇന്നൊരു ബിസി ഡേ ആണ്. അപ്പോൾ ഞാൻ വെച്ചു അതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ഡേ പോകുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാന്നുള്ളത്. സോ ഇന്ന് ആക്ച്വലി ഞാനിപ്പോൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അനിയൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, 20th of Jan. അപ്പോൾ അവൻ്റെ വൈഫ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒരു മാസം മുന്നേ അവന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അപ്പം ഞാനിപ്പോൾ ലിന്നിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നിന്നെ വിളിക്കാം, നമുക്ക് ഫുഡ് ഒന്നിച്ച് കഴിക്കാം എന്നുള്ളത്. അപ്പോൾ ഇനി ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് ഞാൻ പ്രോപ്പറായിട്ട് റാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് അത് റാപ്പ് ചെയ്യാനുള്ള സാധനം വാങ്ങാം. അപ്പോഴേക്കും ലിന്നു എത്തും. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്തിട്ട് പിന്നെ അവനെ വിളിക്കാം. ഓക്കെ, ഹീ സ്റ്റേസ് നിയർ ബൈ ഓൺലി. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് ദ റാപ്പിംഗ് തിങ്സ്. ഓക്കെ, വിൽ സീ യു ഇൻ എ വൈൽ. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടാവുമോ എന്ന് അറിയില്ല. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ദേർ. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പണി പാളും. പിന്നെ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. സോ നോക്കാം. നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. സോ നോക്കാം ഇവിടെ നമുക്ക് എവിടെയാണ് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ള സാധനം കിട്ടുകയെന്ന്. ഐ ഹോപ്പ് ഇറ്റ്സ് ദേർ. അറിയില്ല, ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, കിട്ടുമായിരിക്കും. ഇവിടെ ചോദിച്ചു നോക്കാം. അങ്ങനെ ഫൈനലി കിട്ടി ഗൈസ്, റാപ്പ് ചെയ്യാനുള്ള സാധനം. ഞാൻ വിചാരിച്ച് കിട്ടൂല എന്ന്, പക്ഷേ നമ്മൾ കുറച്ച് തിരഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ലിൻ ഈസ് ഹെൽപ്പിംഗ് വിത്ത് ദ പാക്കിംഗ്. അപ്പോൾ നമ്മളിനി ഇത് പാക്ക് ചെയ്തിട്ട് അവനെ വിളിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഗിഫ്റ്റ് എന്ന് റിവീൽ ചെയ്യുന്നില്ല, അത് നമ്മൾ പയ്യെ റിവീൽ ചെയ്യാം പോകെ. അപ്പോൾ ഇപ്പോൾ ലിനാണെങ്കിൽ ഭയങ്കര തന്ത്രപരമായ പാക്കിങ്ങിലാണ്. ആരൊന്നും ചോദിക്കാറ് പറയണ്ട. വെഡിങ് ആനിവേഴ്സറി നിന്റെ വൈഫിൻ്റെ ഗിഫ്റ്റ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയി. ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഭയങ്കര ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളൊന്നും അല്ല. എനിക്ക് അവനെ ചെറുപ്പം മുതലേ അറിയാം. അപ്പൊ പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായി അവൻ ഭയങ്കര ഹാപ്പി ആണെന്നുള്ളത്. അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൻ അത്രേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഹീ ഈസ് വെരി ഹാപ്പി. അവൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അവൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷാർജയിലാണ്, അവനാണെങ്കിൽ അബുദാബിയിലാണ്. അതുകൊണ്ടാണ് 20th ആനിവേഴ്സറി ഗിഫ്റ്റ് ഇപ്പൊ നമ്മള് 90th തന്നെ കൊടുത്തത്. അല്ല 19th അല്ല, സോറി 17th തന്നെ കൊടുത്തത്. പിന്നെ എനിക്കൊരു സമയം കിട്ടില്ല, മിഡ് വീക്ക് ആണല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചു. ഫിഷ് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. ഞാനൊരു കുറച്ച് ഡയറ്റിലാണ്, അതെന്താന്ന് അടുത്ത വ്ളോഗിൽ പറയാം. ഇപ്പോ അതാ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമ്മള് തിരിച്ച് ലിന്നുണ്ട്, നമ്മൾ തിരിച്ച് ഷാർജയിലോട്ട് ഡ്രൈവ് ചെയ്യാണ്. നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് അടുത്ത ടാസ്കിന്റെ. അതെന്താന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. കീപ് വാച്ചിങ്. സി ഗൈസ്, അപ്പൊ നമ്മുടെ സെക്കൻഡ് ടാസ്ക് ഫെയിലിയർ ആയി. ലിനുവിൻ്റെ വിസ എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ഓഫീസ് ശനിയും ഞായറും 2 മണി വരെ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 4 o'clock ആയി. അതുകൊണ്ട് സെക്കൻഡ് ടാസ്ക് പാളി. അപ്പോൾ എന്തായാലും അവിടെ നിന്നൊരു കോഫിയും വാങ്ങി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അടുത്ത ടാസ്ക് വീട്ടിലാണ്. സോ വിൽ ടെൽ യു വാട്ട് ഇറ്റ് ഈസ്.
മൂന്നാമത്തെ ടാസ്കും പാളും എന്നാണ് തോന്നുന്നത് ഗൈസ്. നമ്മളങ്ങനെ ഒരു 2 മണിക്കൂർ ഡ്രൈവിന് ശേഷം വീട്ടിലെത്തി. മൂന്നാമത്തെ ടാസ്ക് ഇന്ന് ഡെർബി ഡേ ആണ്. യുണൈറ്റഡ് വെസ്റ്റ് സിറ്റി പ്രീമിയർ ലീഗ്. ഞാനൊരു ഡൈഹാർഡ് യുണൈറ്റഡ് ഫാനാണ്. വന്ന് വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഞാൻ മാച്ച് കാണുന്ന ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നില്ല ടി വിയിൽ. സോ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഹാഫ് ടൈമായി, 0-0 ആണ്. ഇന്ന് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് ലെറ്റ്സ് സീ. ഒരു ഫുട്ബോൾ ഫാൻ്റെ അവസ്ഥ കണ്ടില്ലേ ഗൈസ്? ഇപ്പം മൊബൈലിലാണ് ഞാനിരുന്ന് കളി കാണുന്നത്. എന്തായാലും കണ്ടാൽ മതിയല്ലോ, നോക്കാം. അങ്ങനെ അവസാനം കളി തീരാറായപ്പോഴാണ് ഗൈസ് ടി വി റെഡി ആയത്. എന്തായാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. നമ്മൾ യുണൈറ്റഡ് ജയിക്കാൻ പോകുന്നു 2-0. ഇതൊരു വലിയ റിസൾട്ടാണ് പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇതോടുകൂടി ഒരു ടോപ്പ് 4 കയറുന്നതാണ്. ഇന്നത്തെ മൂന്നാമത്തെ ടാസ്ക് നമുക്ക് പാർഷ്യലി സക്സസ്ഫുൾ ആണ് ഗൈസ്. തേർഡ് ടാസ്ക് സക്സസ്ഫുൾ. ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി ഡെർബി ഡേ ആയിരുന്നു. See, United is winning. Today is the day United gets their mojo back. And ഞങ്ങൾ പ്രീമിയർ ലീഗിൽ 4th പൊസിഷനിലോട്ട് മൂവ് ആയി. അതും സിറ്റിനെ ഡിഫീറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോ ഇനി നമ്മള് നമ്മുടെ 4ാമത്തെ ടാസ്ക് ഫോർ ടുഡേ. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് നൈറ്റ് ആയി, അറൌണ്ട് 7 o'clock ആയി. അപ്പോഴാണ് ഇനി നമ്മൾ 4ാമത്തെ ടാസ്കിലോട്ട് പോകുന്നത്. അതെന്താന്ന് ഇപ്പൊ പറയാൻ അറിയില്ല, അത് സക്സസ്ഫുൾ ആവോ ഇല്ലേ എന്നുള്ളത്. ആസ് ഫാർ ആസ് നൗ നമുക്കൊരു മിക്സ്ഡ് റിസൾട്ട് ആണ്. 2 ഓക്കെ ആയി, 1 പാളി. അപ്പൊ ഇനി ഇതെന്താവുന്ന നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഷാർജയിലാണുള്ളത്, വീട്ടിലാണുള്ളത്. വീടിന്റെ ലിഫ്റ്റാണിത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇനി ദുബായിലോട്ടാണ്, അത്രയും പറയാം. ഇപ്പോഴാണ് ലിൻ പാർക്കിംഗ് ഇട്ടിട്ടില്ല എന്ന് റിയലൈസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തത്രപ്പാടിലാണ്. സോ ലെറ്റ്സ് സീ, അവർ റൈഡ് ഈസ് ഹിയർ. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. ഹൂസ് ഗോയിങ് ടു ഡ്രൈവ്, ലിൻ? Me? So I'm gonna drive today, okay? We'll keep you updated. ഗൈസ്, പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പോകുന്നത് ദുബായിലോട്ടാണ്. സൈഡിൽ ഒരാൾ ഓൾറെഡി ചാഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ടയർഡാണ്. അബുദാബിയിൽ നിന്ന് വണ്ടി ഇവിടം വരെ ഓടിച്ചത് അവളാണ്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കാരണം ഒരു സൈഡായിട്ടുണ്ട്. ഞാനും തൽക്കാലത്തേക്ക് ഉണർത്തുന്നില്ല. അവിടെ പോയിട്ട് എത്തിയിട്ട് നമുക്ക് അവളെ ഉണർത്താം. ഉണർന്നില്ലെങ്കിൽ, സാധാരണഗതിയിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അവൾ ഉറങ്ങാറില്ല. അവളെ എപ്പോഴും ഒരു കെയർഫുൾ വാച്ച് ഡോഗിനെ പോലെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം അറിയില്ല. ലെറ്റ്സ് സീ. വിൽ കീപ് ഇറ്റ് ലോ. ബൈ. സീ യു ഇൻ സം ടൈം. ഹെവി ട്രാഫിക് ആണ് ഗൈസ്. ഷാർജ ടു ദുബായ് നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ സാധാരണ വർക്കിംഗ് ഡേയ്സിൽ ദുബായ് ടു ഷാർജയാണ് ട്രാഫിക് ഉണ്ടാവുക, ഹെവി ട്രാഫിക്. പക്ഷേ അത് നേരെ തിരിച്ചാവും വീക്കെൻഡ്സിലാവുമ്പോൾ. ഇന്നിപ്പോൾ വീക്കെൻഡ്സ് ആണ്, സാറ്റർഡേ. അതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. പക്ഷേ ഐ ഹോപ്പ് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെട്ട് പോവാമെന്ന് എന്തായാലും നോക്കാം. ഗൈസ്, ഞാൻ ലിന്നിനോട് കൂടെ പറയാതെ പ്ലാൻ ചെയ്തായിരുന്നു നമ്മുടെ 4ാമത്തെ ടാസ്ക്. അത് മുഞ്ചി. നമ്മൾ ആക്ച്വലി MOTB എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു ദുബായിൽ, ഒരു വിൻ്റർ ഫെസ്റ്റിവൽ പോലെ.
അതിൻ്റെ ഡേറ്റ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ പോയപ്പോൾ അത് കഴിഞ്ഞ് ക്ലോസ് ആയി. അപ്പം ഇനി അടുത്ത എന്താ പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ നിന്നിട്ടൊരു പ്ലാൻ ബി ഉണ്ടാക്കി. സർപ്രൈസ് ചെയ്ത് വെച്ച പ്ലാൻസ് ഒക്കെ പാളാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്തായാലും പ്ലാൻ ബി എന്താന്ന് മുന്നേ കൂട്ടി പറയാം. നമ്മൾ ഇപ്പോൾ ഹെഡിങ് ടുവേർഡ്സ് കരാമ. ഇവിടുന്ന് ഒരു 23 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ കരാമ ഇസ് ലൈക്ക് ഗോയിങ് ബാക്ക് ഹോം. എപ്പോഴും വീട്ടിൽ തിരിച്ചു പോകുന്നൊരു ഫീലാണ് കരാമയിൽ പോകുമ്പോൾ. അപ്പോൾ കരാമയിൽ പോയിട്ട് ചായ കുടിക്കാന്ന് പറഞ്ഞു ഇല്ലിന്. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം. അതും ചായയും കഴിപ്പും കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ബുർജുമാൻ മോള്. അപ്പോൾ അവിടെ ജസ്റ്റ് എ വാക്ക്, മേ ബി സം വിൻഡോ ഷോപ്പിംഗ്, മേ ബി സം റിയൽ ഷോപ്പിംഗ്. വിൽ കീപ് യു അപ്ഡേറ്റഡ്. ലെറ്റ്സ് സീ യു. അങ്ങനെ ഫൈനലി നമ്മൾ കരാമയിലെത്തി ഗൈസ്. ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ കായ്സ് എന്ന എവിടുന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പണ്ടാണെങ്കിൽ നമ്മൾ എപ്പോൾ ഇവിടെ കരാമ വരികയാണെങ്കിലും ഇപ്പോൾ കരാമയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ജോയിൻ്റ് എന്തായാലും ഓർമ്മയുണ്ടാവും. ഇവിടെ ആയിരുന്നു നമ്മുടെ ഏത് റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇവിടെ? സിറ്റി മക്കാനി. ഭയങ്കര ഫേമസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് ആക്ച്വലി എന്തോ കാരണങ്ങൾ കൊണ്ട് പൂട്ടിപ്പോയി. ഇപ്പോൾ ഇവിടെ എന്തായാലും പുതിയൊരു ചെയിൻ വരുന്നുണ്ട്, കാലിക്കറ്റ് സ്റ്റോറീസ്. അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇക്കായ്സ് ഉള്ളത്. അപ്പോൾ ഇക്കായ്സിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളെപ്പോഴും കരാമയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വല്ലയിടത്തൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് സിറ്റി മക്കാനിക്കുള്ള ടൈമിൽ നമ്മുടെ എപ്പോഴും ഒരു സെക്കൻഡ് ചോയ്സാണ് ഇക്കായ്സ് റെസ്റ്റോറൻറ്റ്. നല്ല സർവീസാണ്. അങ്ങനെ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. നല്ല സർവീസാണ് അവരെപ്പോഴും കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മളുടെ ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു. വെയിറ്റിംഗ് ഫോർ ദ ഓർഡർ നൗ. അങ്ങനെ ഫുഡടി കഴിഞ്ഞു, ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാ പ്ലാനും പാളിയ സ്ഥിതിക്ക് ഇനി അങ്ങനെ പുതിയ പ്ലാൻസ് ഒന്നുമില്ല. നമ്മൾ നേരെ ബുർജുമാനിൽ പോകാനുള്ള പ്ലാനും ക്യാൻസൽ ചെയ്തു. നമ്മൾ വിചാരിച്ചു ഈ വീക്കിലോട്ടുള്ള ഗ്രോസറി ഷോപ്പിംഗ് പെൻഡിങ് ആണ്. അപ്പം നാളെ ആണെങ്കിൽ നമുക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി പോയിട്ട് ആ വീക്ക്ലി ഷോപ്പിംഗ് കൂടെ തീർത്ത് കഴിഞ്ഞാൽ ആ ടാസ്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കരാമയിൽ നിന്ന് നേരെ ഷാർജയിലോട്ട് തിരിച്ചു പോവാണ്. ഇനി അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ ഒരു ആസ് ഐ സൈഡ് ഒരു മിക്സ് ഓഫ് എ ഡേ ആയിരുന്നു. വിചാരിച്ച രണ്ട് കാര്യങ്ങൾ നടന്നു, വിചാരിച്ച രണ്ട് കാര്യങ്ങൾ നടന്നില്ല. അപ്പം നമുക്ക് ഒരു 50-50% നമ്മുടെ കാര്യങ്ങൾ നടന്നു എന്ന് പറയാം. ബാക്കി നടന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സോ ദാറ്റ്സ് എ റാൻഡം ഡേ ഇൻ അവർ ലൈഫ്. സോ signing off. We'll see you with the next video. So thank you for watching us, supporting us. If you like the video, please subscribe, comment and like and share to everybody. See you.